ആർടെമിസ് 2 പേടകം സുരക്ഷിതമായി അങ്ങനെ ഭൂമിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ പാരച്യൂട്ട് ഉപയോഗിച്ചത്? ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന ഒരുപാട് മിഷനുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും നമ്മൾ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചിരുന്നില്ല. നാസ ചൊവ്വാഗ്രഹത്തിലേക്ക് അനവധി റോവേഴ്സിനെ വിക്ഷേപിച്ചിട്ടുണ്ട്. ആ റോവേഴ്സൊക്കെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ചൊവ്വാഗ്രഹത്തിൽ പറന്നിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, അവിടെ പാരച്യൂട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിരുന്നത് ത്രസ്റ്റേഴ്സ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ആർടെമിസ് 2 അത്തരത്തിലുള്ള ത്രസ്റ്ററുകളൊന്നും ഉപയോഗിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, കരയിൽ വേണമെങ്കിലും ലാൻഡ് ചെയ്യാമായിരുന്നല്ലോ. ഇതിൻ്റെ ഉത്തരം എനിക്കൊരൊറ്റ വാക്കി പറയാം: അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം. ഭൂമിക്ക് അതിശക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. നിങ്ങൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മുഖത്തേക്ക് അതിശക്തമായിട്ടാണ് കാറ്റ് വന്നടിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ തീവ്രമായ വേഗതയിലാണ് ആർടെമിസ് 2 പേടകം ഭൂമിയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വന്നടിക്കുന്ന കാറ്റ് അത് അതിഭീകരമായിരിക്കും. അവിടേക്ക് നമ്മൾ ഒരു വലിയ തുണി, നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ഉയർത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ ഈ വായുവെല്ലാം വന്ന് കയറി നിൽക്കും. ആ വായുവിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പേടകത്തിൻ്റെ വേഗത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് പാരച്യൂട്ടിൻ്റെ വർക്കിംഗ്. പക്ഷേ ചന്ദ്രനിൽ അന്തരീക്ഷമേ ഇല്ല. അവിടെ നമ്മൾ പാരച്യൂട്ട് കൊണ്ടുപോയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ പാരച്യൂട്ട് ഒരു കല്ലെങ്ങനെയാണോ വീഴുന്നത്, ഏതാണ്ട് അതേപോലെ തന്നെ ഒരു തുണി അവിടെ വന്ന് വീഴും. പക്ഷേ ചൊവ്വാഗ്രഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അന്തരീക്ഷമുണ്ട്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ കാഠിന്യവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർത്തും ലോലമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ വെറും 1% താഴെ മാത്രമാണ് അവിടുത്തെ അന്തരീക്ഷം. ടെക്നിക്കലായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീ ലെവലിലുള്ള ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ 0.6% മാത്രമാണ് ചൊവ്വാഗ്രഹത്തിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പാരച്യൂട്ടിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചൊവ്വാഗ്രഹത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പേടകം ശരിക്കും തകർന്നു പോകും. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ത്രസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. പക്ഷേ ഭൂമിയിലേക്ക് വരുന്ന പേടകത്തിന് അങ്ങനെ ഒരു ത്രസ്റ്റർ ഇല്ലാതെ തന്നെ അതിൻ്റെ വേഗത പരമാവധി കുറച്ച് സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ സാധിക്കും. ആർടെമിസ് 2 മിഷനെക്കുറിച്ച്, അതിനുവേണ്ടി ഉപയോഗിച്ച ഒറയോൺ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വർക്കിങ്ങിനെക്കുറിച്ച്, അപ്പോളോ 11 എങ്ങനെയാണ് മനുഷ്യർ ലാൻഡ് ചെയ്തതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി 3 വ്യത്യസ്ത വീഡിയോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.